അന്നത്തിന് പഞ്ഞമില്ല, സ്വർണത്തിന് പഞ്ഞമില്ല. ഉണ്ടോ? ഭക്ഷണത്തിനും പഞ്ഞമില്ല, സ്വർണത്തിനും. മനിതിൽ കരുണയ്ക്കാണ് പഞ്ഞം. കരുണയ്ക്ക് പഞ്ഞം. പഞ്ഞം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം. ഈ ഒരവസ്ഥ ഉണ്ടാകാതെ മാറ്റാൻ എന്തു ചെയ്യാൻ പറ്റും മക്കളെ? നിങ്ങൾ കണ്ടെത്തണം വഴി. ഞാനൊന്നും പറഞ്ഞു തരുന്നില്ല. നിങ്ങളുടെ ബുദ്ധി എന്നേക്കാൾ ബുദ്ധി നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ മകൻ ഇപ്പോൾ +2 കഴിഞ്ഞവനാണ്. അവനെ ഞാൻ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണൽ. അവൻ എന്തൊക്കെയാ പറയുന്നറിയോ? അവൻ ചില പുസ്തകങ്ങൾ സെലക്ട് ചെയ്തിട്ട് എനിക്ക് തരുമ്പോൾ ഞാൻ ഞെട്ടിപ്പോവും. ഇന്നിപ്പോൾ ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ എനിക്കൊരു പുസ്തകം തന്നു. ഞാൻ ഇന്നലെ രാത്രിയിൽ അത് വായിച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, കയ്യിൽ നിന്ന് താഴെ വെക്കാൻ തോന്നുന്നില്ല. ഇവനെങ്ങനെ സെലക്ട് ചെയ്തു എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ അത്ഭുതത്തോടെയാണ് എൻ്റെ മകനെ ഞാൻ നോക്കിക്കാണുന്നത്. എന്തെല്ലാം കുട്ടികൾ വായിക്കുന്നത്, എന്തെല്ലാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെക്കാൾ നിങ്ങൾക്ക് വിവരമുണ്ട്. ആ വിവരം ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്താ വേണ്ടത്? നല്ലൊരു ജോലി സമ്പാദിച്ച്, നല്ലൊരു കെട്ടിടമെടുത്ത്, വീടെടുത്ത്, നല്ലൊരു കാറും വാങ്ങി, പിന്നെ സുഖം ആ കാറിൽ അങ്ങ് പോവുക, വീട്ടിലങ്ങ് കിടന്നുറങ്ങുക, ഉണ്ണുക, ഉറങ്ങുക, ഉണ്ണി ഉണ്ടാക്കുക, വിസർജിക്കുക. ഈ പണി മാത്രം എടുക്കാനാ. പിന്നെ എന്തിനടോ ഈ A+ വാങ്ങുന്നത്? എന്തിന് നിങ്ങൾക്ക് ബുദ്ധി? എന്തിനറിവ്? പക്ഷിമൃഗാദികളെല്ലാം ഉണ്ണുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, ഉണ്ണി ഉണ്ടാക്കുന്നുണ്ട്, വിസർജിക്കുന്നുണ്ട്. ഈ പണിയെടുക്കാനല്ല അറിവ്. മനുഷ്യൻ പ്ലസ് ആവണം. പുതിയ പുതിയ അന്വേഷണങ്ങൾ നടത്തിയിട്ട് വളർന്ന് വരണം. അതിനുവേണ്ടി നിങ്ങൾ എങ്ങനെയാണ് ഈ പ്ലസിനെ ചെയ്യേണ്ടത്? ഈ പ്ലസ് എന്ന ചിഹ്നം എന്താണ്? നമ്മുടെ ശരീരം നിങ്ങളുടെ സ്കൂളിൽ ചേർക്കുമ്പോൾ നിങ്ങളുടെ തൂക്കം നോക്കാറുണ്ടോ? നിങ്ങളുടെ നീളം നോക്കാറുണ്ടോ? എന്നിട്ട് നിങ്ങൾക്കിപ്പോൾ TC തരുമല്ലോ. TC തരുമ്പോൾ 8ാം ക്ലാസ്സിൽ ചേർക്കുമ്പോൾ ഇവൻ്റെ തൂക്കം 55 കിലോ. ഇതാ ഇവിടുന്ന് TC വാങ്ങുമ്പോൾ തൂക്കം 64,300. അപ്പോൾ 9,300 തൂക്കം പ്ലസ് ആയിട്ടുണ്ട് എന്ന് ആരെങ്കിലും സർട്ടിഫിക്കറ്റ് തരാറുണ്ടോ? ഇല്ല. ശരീരമല്ല, നീളമല്ല, വീതിയല്ല, അതൊന്നുമല്ല നിങ്ങൾക്ക് പ്ലസ് ആവേണ്ടത്. നിങ്ങൾക്ക് പ്ലസ് ആവേണ്ടത് എന്താണ്? നിങ്ങൾക്ക് പ്ലസ് ആവേണ്ടത് മഹാത്മാഗാന്ധിയെ ശരീരം നോക്കിയിട്ടാണോ ഇന്ത്യയുടെ രാഷ്ട്രപിതാവാക്കിയത്? അല്ലല്ലോ. എന്തുകൊണ്ടാ? അദ്ദേഹം മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ്. എന്താണ് കരംചന്ദ് ഗാന്ധി? കർമ്മചന്ദ്ര ഗാന്ധിയാണ്, കർമ്മചിന്ത ഗാന്ധിയാണ്. ഗാന്ധി മഹാത്മാവായത്, അദ്ദേഹം പ്ലസ് ആയത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ A+ നേടിയവൻ മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹത്തിന് ഒരു പരീക്ഷയ്ക്കും റാങ്ക് കിട്ടിയിട്ടില്ല, ഒരു പരീക്ഷയ്ക്കും A+ കിട്ടിയിട്ടില്ല. പക്ഷേ അദ്ദേഹം കർമ്മം X-ആക്സിസ്, ചിന്ത Y-ആക്സിസ്, കർമ്മവും ചിന്തയും രേഖപ്പെടുത്തുന്ന ഗ്രാഫാണ് കർമ്മം X-ആക്സിസിലും ചിന്ത Y-ആക്സിസിലും. അപ്പോൾ കർമ്മവും ചിന്തയും ഇങ്ങനെയും ചേർക്കുമ്പോൾ അതല്ലേ പ്ലസ്? പ്ലസിൻ്റെ അർത്ഥം മനസ്സിലായോ?